അപ്പൊ ഞാൻ ഒരു കാര്യം പറയും, അശ്ലീലം പറയരുത്, പൊതു ചർച്ചയാണ്. അല്ലെ, ഞാൻ മര്യാദയിലാണ് സംസാരിച്ചത്. എന്താണ് ആദ്യയുടെ കോമഡി സ്കിറ്റ് പറഞ്ഞില്ലല്ലോ. ഫ്ലാഷ് ബാക്ക്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു വലിയൊരു അപ്രിസിയേഷൻ ആണ്. അത് ഞാൻ തരണം. കാരണം നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കറക്റ്റ്. ആളുകൾ വിചാരിക്കും, ഓ ആദ്യമേ വന്ന് സോപ്പിട്ട അടുത്താണല്ലോ എനിക്കൊരു എന്നൊക്കെ പേര് വിളിച്ച് സംസാരിക്കുന്നത്. അതാ അവർക്കും ഇഷ്ട. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും പിന്നെ അവർ ചോദിക്കില്ല. ബ്യൂട്ടിയെ പറ്റിയിട്ടും മറ്റൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന് സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു തേജോവധം അതിന്റെ ഉള്ളിൽ അവർ നടത്തിയിട്ടുണ്ട്. തേജോവധം കാണിച്ചില്ലെന്ന് പറയുമ്പോ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ, ജാസ്മിൻ ഒന്ന് ചായയിൽ തുമ്മിട്ട് കൊടുക്ക്, ഞങ്ങൾ തേജോവധം ചെയ്യട്ടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ ഞാൻ പല ആവർത്തി ഇരുന്നോണ്ട് പറഞ്ഞു അത് തെറ്റാണ്. അതായത് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ഈ പറഞ്ഞതുപോലെ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അല്ല, നീ ഇപ്പൊ എന്തൊരു വർത്താനമാണ് പറഞ്ഞത്? ഈ ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെ പറയോ? അങ്ങനെയൊക്കെ അല്ല, എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം? ഡബിൾ സ്റ്റാൻഡേർഡ്. പക്ഷെ നീ പറഞ്ഞ വർത്താനം തന്റെ കണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യ തൊണ്ട ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയും, ഇതൊരു പബ്ലിക് പ്ലേസാ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. അല്ലെ, ഞാൻ മര്യാദ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. ഞാൻ സംസാരിക്കും. എന്തിനാ പിന്നെ നീ ഒരുപാട് കോപ്പിൽ വർത്താനം സംസാരിച്ചത്? ഞാൻ വലിച്ചിട്ടില്ല കേട്ടോ. നിനക്ക് എന്ത് സ്വഭാവം? ഞാൻ ഒച്ചയുമ്പോളുണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. ഒരുമാരത്തെ മറ്റു പരിപാടി കാണിക്കല്ലേ കേട്ടാ. വിട്ടാ പോ മാറി. കോപ്പില് ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ഗുഡ് ബൈ.